ഹേഗിയുടെ പൗരത്വം സ്വീകരിച്ച US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അവളുടെ മരണത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടിയന്തരമായി ശേഖരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. ഹേഗിയുടെ കുടുംബത്തിനോട് മില്ലർ അനുശോചനം അറിയിച്ചു. അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഉയർന്ന മുൻഗണന ഇല്ലെന്ന് ഇസ്രായേലിലെ US അംബാസിഡർ ജാക്ക് ലൂവും പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഇനി അമേരിക്കക്കാർക്കും രക്ഷയില്ല. കാരണം ഇവർക്ക് എതിരെ ആരാണോ വരുന്നത് അവരെ എല്ലാം കൊന്നൊടുക്കുക തന്നെ ചെയ്യുകയാണ്. കാരണം ഇതൊരു യുദ്ധത്തിന്റെ തന്ത്രമോ അതല്ലെങ്കിൽ യുദ്ധമുറകളിൽ ഒരു യുദ്ധമുറകൾ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. ഇവിടെ നേർക്ക് നേരെയാണ് ഓരോ സാധാരണക്കാരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെതായിട്ടുള്ള ആ മുറകൾ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ അവർക്കൊരു പോറൽ പോലും സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെയാണ് യുദ്ധത്തിന്റെ ആ ഒരു രീതികളൊക്കെ. അപ്പോൾ ഇസ്രായേൽ സേന കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ